ഹലോ, ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, ഇന്ന് കാശുമൂഞ്ഞിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. കാശുമൂന് സ്കൂളിൽ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണം. അപ്പോൾ അത് കഴിഞ്ഞായിരുന്നു നമ്മൾ പോയത് മാവേലിക്കര സൗവർണികയിലാണ്. കണ്ടോ, സൗവർണിക ഹോം സെൻറ്റർ. അവിടെയാണ് ഞങ്ങൾ കുറേ നാളുകൊണ്ട് പോകുന്നത്. അവിടെ ഇറങ്ങി ഞങ്ങൾ ഈ സൈഡിൽ കൂടെ കയറുന്നത്. അവിടെ കയറിയപ്പോഴേ കാശുമോൻ എന്തായാലും ട്രോളിയെ കയറി. എന്നിട്ട് ആളിങ്ങനെ സെലക്ട് ചെയ്യുക. അതാക്കുമ്പോഴേക്ക് ശരിയാവുന്നില്ല. അവിടെ ഇരുന്നിട്ട് ആൾ പിന്നെ താഴെ ഇറങ്ങി കേട്ടോ. കശുവിന് പിന്നെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വരത്തില്ല കേട്ടോ. എപ്പോഴും പപ്പയെ പപ്പയെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ആവശ്യമില്ലാത്ത എല്ലാം മേടിക്കരുത്. അതുകൊണ്ട് പപ്പയെന്നും പറഞ്ഞുകൊണ്ട് നടക്കും. നാളെ അലമ്പായിരുന്നു. എൻ്റെ പിന്നെ ബ്രഷ് നോക്കുന്നു. എന്നാൽ വേണമെന്നൊന്നുമില്ല, ചുമ്മാ എല്ലായിടത്തും പോയി പിടിക്കും. അടുത്തുണ്ട് പിന്നെ സ്ക്രബ്ബർ. അത് കഴിഞ്ഞ് ആളടുത്ത് നോക്കും എന്തോ വേണം. നാരങ്ങ മുട്ട എടുത്ത് പിടിച്ചിട്ടുണ്ട്, അതും പപ്പേ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം മേടിച്ചാൽ ഓരോരോ സ്നാക്സും തുറക്കും കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്തെടുത്താലും ചോദിക്കാൻ എടുക്കത്തൊന്നുമില്ല. എൻ്റെ പിന്നെ വലിയ ആലോചനയില്ല ഏത് ചോക്ലേറ്റ് എടുക്കണമെന്നുള്ളത്. ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് ചെയ്ത് സാധനങ്ങളെല്ലാം പിന്നെ അത് കഴിഞ്ഞ് ബില്ലടിക്കാൻ കയറി. ബില്ലടിക്കാൻ കുറച്ച് താമസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബില്ലെല്ലാം അടിച്ച കണ്ടോ. ഞങ്ങളിവിടാണ് കയറിയത്. എൻ്റെ അടുത്ത അലമ്പ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഇവിടെ കേട്ടോ പോകുന്നത്. എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ അത് വേറെ ഒന്നും കയറേണ്ട കാര്യം വരത്തില്ല. ഞങ്ങൾ പിന്നെ കാശിമോൻ അതെല്ലാം തെള്ളിക്കൊണ്ട് സാധനങ്ങളൊക്കെ പുറത്തോട്ട്. പിന്നെ ആ ചേട്ടൻ ഞങ്ങൾക്കെല്ലാം വണ്ടിയിലെടുത്ത് വെച്ച് വന്നു. അവിടെ നിൽക്കുന്നൊരു ചേട്ടനാണ്. ആ ചേട്ടൻ എല്ലാ സാധനങ്ങളും എടുത്ത് വണ്ടിയിൽ വെച്ച് വന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും പുതിയ ഡിമാൻഡ് കാശിമോന് ബിരിയാണി വേണമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മാവേലിക്കര പാലസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നാണ് ബിരിയാണി മേടിച്ചത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, മാവേലിക്കര ഉള്ളവർക്കാണെങ്കിൽ അറിയാം. അവിടെ കയറി. ചേട്ടനാണ് കേട്ടോ കയറി, ഞങ്ങൾ ഇറങ്ങിയില്ല. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കട്ട വെയിറ്റിംഗിലുണ്ട്. അതാ പാലസ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഇറങ്ങില്ല, ഞങ്ങളവിടെ കട്ട വെയിറ്റിങ്ങിലായിരുന്നു. കാശിമോൻ കാറേ ചെന്ന അലമ്പോട് അവനും പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ തിരക്കാണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടില്ല. പിന്നെ കാശിമോൻ അലമ്പി ലാസ്റ്റ് പറഞ്ഞ് പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് കാറയിൽ നിന്ന് വെളിയിറങ്ങി കട്ട പോസ്റ്റ് പിന്നെ ബിരിയാണിക്ക്. എൻ്റെ കാശിമോൻ്റെ ഫേവറേറ്റ് ഫുഡാട്ടോ ബിരിയാണി. എത്ര കഴിച്ചാലും കാശിമോന് മടുക്കത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്തെ കാശിമോൻ എന്തോ കട്ട അലമ്പായിരുന്നു. പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്കം വരുന്നായിരുന്നു. പിന്നെ വീഡിയോ ഇവിടെ നിർത്തുക.